ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിസ്റ്റം മോഡൽ, അതുപോലെ തന്നെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ്റെ റോൾ എന്നീ ടോപ്പിക്കുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം, ആ സിസ്റ്റത്തിലുള്ള ഡേറ്റ എന്ന് പറയുന്നത് കുറേ കളക്ഷൻ ഓഫ് ഐറ്റംസ് ആണെന്ന് പറയാം. അതിനെ ഒബ്ജക്ട്സ് എന്ന് വിളിക്കാം. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഫയൽ ആവാം, ജാവ ഒബ്ജക്റ്റ് ആവാം. അപ്പോൾ ഈ ഓരോ ലോജിക്കൽ ഒബ്ജക്റ്റ് ഇതിനെ കുറെ കളക്ഷൻ ഓഫ് ഫിസിക്കൽ കോപ്പീസ് കൊണ്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ കളക്ഷൻ ഓഫ് ഫിസിക്കൽ കോപ്പീസിനെ നമുക്ക് റിപ്ലിക്കാസ് എന്ന് പറയാം. അപ്പോൾ ഈ റിപ്ലിക്കാസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഒബ്ജക്ട്സ് ആണ്. ഇത് ഓരോന്നും ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റാസും ബിഹേവിയറും ഇതൊക്കെ പല കമ്പ്യൂട്ടറിലല്ലേ ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, റിപ്ലിക്കേറ്റഡ് കോപ്പീസുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈഡ് അപ്പ് ചെയ്തിട്ടുണ്ട് സിസ്റ്റംസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ. കാരണം അവിടെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഓരോ ഒബ്ജക്റ്റിൻ്റെയും റിപ്ലിക്കാസ് എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആകണമെന്നില്ല. ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഒരു റിപ്ലിക്കായിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടായാൽ അത് മറ്റൊരു റിപ്ലിക്കായിൽ അത് പെട്ടെന്ന് റിസീവ് ആകണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഇപ്പം നമ്മളിവിടെ അസ്യൂം ചെയ്യാൻ പോണത് ഒരു അസിൻക്രണസ് ആയ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ ക്രാഷിംഗ് ഉണ്ടാകുമ്പോൾ മാത്രമേ പ്രോസസ്സുകളൊക്കെ ഫെയിൽ ആവുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു നെറ്റ്വർക്ക് ആയിട്ടുള്ള പാർട്ടീഷൻസും ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന സിസ്റ്റം മോഡൽ, അതിനകത്ത് റിപ്ലിക്കാസ് ഉണ്ട്. ഇതെന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിപ്ലിക്ക മാനേജേഴ്സ് ആണ് ഇവയെല്ലാം ഹെൽഡ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഓരോ കമ്പ്യൂട്ടേഴ്സിലും ഈ റിപ്ലിക്കാസ് ഉണ്ട്. ഇത് ഡയറക്റ്റ്ലി ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിപ്ലിക്ക മാനേജർ ഈ റിപ്ലിക്കാസിൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും ആ ഓപ്പറേഷൻസ്, ആ റിപ്ലിക്കാസ് അതൊക്കെ റിക്കവറബിൾ ആണ്. കാരണം ഇവിടെ ഈ റിപ്ലിക്ക മാനേജർ ഈ റിപ്ലിക്കാസിലൊന്നും ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട്സ് വരുത്താൻ വേണ്ടി പാടില്ല. അപ്പം എങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട്സ് എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ റിക്കവർ ചെയ്ത് പഴയ രീതിയിലാക്കാം. അപ്പോൾ ഈ റിപ്ലിക്ക മാനേജറിൻ്റെ അകത്ത് ഓരോ ഒബ്ജക്റ്റിൻ്റെയും ഒരു റിപ്ലിക്ക മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുറേ ഒബ്ജക്ട്സുകൾ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്ട്സുകളുടെ റിപ്ലിക്കാസ് എന്ന് പറയുന്നത് കുറേ സെറ്റ് ഓഫ് റിപ്ലിക്ക മാനേജേഴ്സ് ആയിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ റിപ്ലിക്ക മാനേജറിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കും ആകാം, ഡൈനാമിക്കും ആകാം. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ബേസിക് ആർക്കിടെക്ചറൽ മോഡൽ ഫോർ ദ മാനേജ്മെന്റ് ഓഫ് റിപ്ലിക്കേറ്റഡ് ഡേറ്റ. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ റിപ്ലിക്ക മാനേജ്മെന്റിന്റെ ഒരു ജനറൽ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറേ കളക്ഷൻ ഓഫ് റിപ്ലിക്ക മാനേജർ ഇവ ക്ലയൻസിന് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ക്ലയൻറ്റ് കാണുന്ന ഈ ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യാനുള്ള സർവീസുകൾ എന്ന് പറയുന്നത് സത്യത്തിൽ പല മാനേജേഴ്സിൽ റിപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ട സർവീസുകളായിരിക്കാം. ഇപ്പോൾ ഓരോ ക്ലയൻറ്റുകളും കുറേ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് റിക്വസ്റ്റ് ചെയ്യുന്നു. അതായത് ഇപ്പം ഒന്നതിൽ കൂടുതൽ ഒബ്ജക്ട്സിനെ ഇൻവൊക്കേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസിൻ്റെ അകത്ത് കുറേ കോമ്പിനേഷൻസ് ഓഫ് ഒബ്ജക്റ്റ് റീഡുകളും ഒബ്ജക്റ്റ് അപ്ഡേറ്റുകളും ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ഈ ചില റിക്വസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് അതിനകത്ത് അപ്ഡേഷൻ ഒന്നും ഇല്ല, അപ്ഡേഷൻ ചെയ്യാനുള്ള റിക്വസ്റ്റുകളൊന്നും അതിനകത്ത് ഇല്ല എങ്കിൽ അത് നമുക്ക് റീഡുള്ള റിക്വസ്റ്റ് എന്ന് പറയാം. ചില റിക്വസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് അതിനകത്ത് ഒരു ഒബ്ജക്റ്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിൽ നമുക്കതിനെ അപ്ഡേറ്റ് റിക്വസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഓരോ ക്ലയൻറ്റിൻ്റെയും റിക്വസ്റ്റ് ആദ്യം ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്, അതിനെ നമുക്ക് ഫ്രണ്ട് എൻഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡ് റോൾ എന്ന് പറഞ്ഞാൽ മെസ്സേജ് പാസിങ്ങിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പരസ്പരം ഒന്നതിൽ കൂടുതൽ റിപ്ലിക്ക മാനേജേഴ്സുമായിട്ട്. അല്ലാതെ ഈ ക്ലയൻറ്റിനോട് ഇത് എക്സ്പ്ലിസിറ്റ് ചെയ്യാനൊന്നും ഇത് ഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ റിപ്ലിക്കേഷനൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിന്നോളൂ. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ക്ലയൻറ്റിൻ്റെ അഡ്രസ് സ്പേസിലായിരിക്കും, ഇല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് പ്രോസസ് ആയിട്ടായിരിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്.
അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 phases in performing a request. അപ്പോൾ ജനറലി ഈ റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ ഒരു സിംഗിൾ റിക്വസ്റ്റ് പെർഫോം ചെയ്യുന്നതിന് 5 ഫേസുകളൊക്കെയാണ് ഉള്ളത്. ആദ്യത്തേതാണ് ഇഷ്യൂ റിക്വസ്റ്റ്. ഇവിടെ എന്തോ ചെയ്യുന്ന ഒരു ഫ്രണ്ട് എൻഡ് അത് ഒന്നോ അതിൽ കൂടുതലോ റിപ്ലിക്ക മാനേജേഴ്സിലേക്ക് ഒരു റിക്വസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ ഫ്രണ്ട് എൻഡ് ഒരു സിംഗിൾ റിപ്ലിക്ക മാനേജറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ആ റിപ്ലിക്ക മാനേജർ പിന്നെ മറ്റു പല റിപ്ലിക്ക മാനേജറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയായിരിക്കാം. ഇല്ല എങ്കിൽ ഒരു ഫ്രണ്ട് എൻഡ് അത് ബാക്കിയുള്ള എല്ലാ റിപ്ലിക്ക മാനേജേഴ്സിലേക്കും എന്തെങ്കിലും റിക്വസ്റ്റ് മൾട്ടികാസ്റ്റ് ചെയ്യുന്നു. അവർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സെൻഡ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഫേസ് ആണ് കോർഡിനേഷൻ. ഇവിടെ എന്ന് പറയുമ്പം റിപ്ലിക്ക മാനേജേഴ്സ് കോർഡിനേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ്? റിക്വസ്റ്റ് കൺസിസ്റ്റൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രിപ്പറേഷൻ ചെയ്യുന്നു. അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നു ഈ റിപ്ലിക്ക മാനേജേഴ്സ്. അപ്പോൾ അങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പലതരത്തിലുള്ള ഓർഡറിങ് ഉപയോഗിക്കാവേ. ഫിഫോ ഓർഡറിങ്, കാഷ്വൽ ഓർഡറിങ്, ടോട്ടൽ ഓർഡറിങ്. എന്താ ഫിഫോ ഓർഡറിങ്? ഇവിടെ നിന്ന് പറയുമ്പം ഒരു ഫ്രണ്ട് എൻഡ് അത് ആരെന്ന് പറഞ്ഞ റിക്വസ്റ്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞ് R' എന്ന് പറയുന്ന റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള റിപ്ലിക്ക മാനേജർ അത് എന്ത് ചെയ്യുന്നു? R' ഹാൻഡിൽ ചെയ്യുന്നു. ആറിനെ ഹാൻഡിൽ ചെയ്തതിന് ശേഷം അപ്പോൾ എന്താ പറയുന്നത്? ഫിഫോ ഓർഡറിങ് സ്കീമിൽ പറയുന്നത് ഒരു ഫ്രണ്ട് എൻഡ് ഇഷ്യൂ ഫസ്റ്റ് ആറിന് റിക്വസ്റ്റിനെ ഇഷ്യൂ ചെയ്യുന്നു. ഒരു ഫ്രണ്ട് എൻഡ് ഫസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ റിക്വസ്റ്റിനെ ഇഷ്യൂ ചെയ്യുന്നു. പിന്നീട് R' എന്ന് പറഞ്ഞ റിക്വസ്റ്റിനെ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ റിപ്ലിക്ക മാനേജർ ഉണ്ടെങ്കിൽ ആ റിപ്ലിക്ക മാനേജറിന് R' ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞ ഈ റിപ്ലിക്ക മാനേജർ ഇരിക്കുന്ന. പക്ഷേ ഈ ഫ്രണ്ട് എൻഡ് ആദ്യം എന്ന് പറഞ്ഞ റിക്വസ്റ്റിനെ ഇഷ്യൂ ചെയ്തു. അതുകൊണ്ട് റിപ്ലിക്ക മാനേജർ എന്ത് ചെയ്യുന്നു? ആദ്യം ആറിനെ ഹാൻഡിൽ ചെയ്യുന്നു, പിന്നെ R' ഹാൻഡിൽ ചെയ്യുന്നു. ഇനി കാഷ്വൽ ഓർഡറിങ്ങിൽ എന്താ പറയുന്നത്? ഇവിടെ എന്ന് പറയുമ്പം R' എന്ന് പറയുന്ന റിക്വസ്റ്റിനെ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പാണ് എന്ന് പറയുന്ന റിക്വസ്റ്റ് ഹാപ്പൻഡ് ആയത്. അങ്ങനെയെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള റിപ്ലിക്ക മാനേജർ ആറിന് ആദ്യം ഹാൻഡിൽ ചെയ്തിട്ട് R' ഹാൻഡിൽ ചെയ്യുന്നു. ടോട്ടൽ ഓർഡറിങ് ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള റിപ്ലിക്ക മാനേജർ R' എന്ന് പറയുന്ന റിക്വസ്റ്റിനെ മാനേജ് ചെയ്യുന്നതിന് മുമ്പ് ആറിനെ ഹാൻഡിൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള റിപ്ലിക്ക മാനേജറിന് എന്ത് ചെയ്യുന്നു? R' ഹാൻഡിൽ ചെയ്യുന്നു. ആറിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് ശേഷം. അതൊരു കൺഫ്യൂഷനാണ്. എങ്കിലും ഇപ്പോൾ കോർഡിനേഷൻ ഫേസിൽ റിപ്ലിക്ക മാനേജർ എന്താണ് കൺസിസ്റ്റൻ്റ്ലി റിക്വസ്റ്റിനൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കോർഡിനേഷൻ ചെയ്യുന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുമല്ലോ. അതുപോലെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫിഫോ ഓർഡറിങ്, കാഷ്വൽ ഓർഡറിങ്, ടോട്ടൽ ഓർഡറിങ് ഉപയോഗിക്കുന്നു. ആ കൺസെപ്റ്റും ക്ലിയർ അല്ലേ? ബാക്കി ഈ ഓർഡറിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ കൂടുതലുണ്ടാകും. ഇനി അടുത്ത ഫേസിൽ വേണ്ടത് അപ്പോൾ നമ്മളിപ്പം ഇഷ്യൂ ഫേസും കോർഡിനേഷൻ ഫേസും നോക്കി അല്ലേ. ഇനിയിപ്പോൾ എക്സിക്യൂഷൻ ഫേസ് എന്താണെന്ന് നോക്കാം. എക്സിക്യൂഷൻ ഫേസിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ റിപ്ലിക്ക മാനേജർ റിക്വസ്റ്റിനെ ടെൻറ്റേറ്റീവ്ലിയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കതിനെ അൺഡു ചെയ്യാൻ വേണ്ടി പറ്റും. അതാ പറയുന്ന എക്സിക്യൂഷൻ. ദ റിപ്ലിക്ക മാനേജർ എക്സിക്യൂട്ട്സ് ദ റിക്വസ്റ്റ് പെർഹാപ്സ് ടെൻറ്റേറ്റീവ്ലി ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ക്യാൻ അൺഡു ഇറ്റ്സ് എഫക്റ്റ് ലേറ്റർ. അടുത്തതാണ് എഗ്രിമെൻറ്റ്, നാലാമത്തെ ഫേസ്. ഇവിടെ എന്താ പറയുന്നത്? ഒരു ട്രാൻസാക്ഷണൽ സിസ്റ്റത്തിൻ്റെ അകത്ത് റിപ്ലിക്ക മാനേജർ കളക്റ്റീവ്ലി എഗ്രി ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ പർട്ടിക്കുലർ സ്റ്റേജിൽ അബോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുന്നത്? ഒരു ട്രാൻസാക്ഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് റിപ്ലിക്ക മാനേജർ അവർ എല്ലാം കൂടെ ഒരുമിച്ച് തീരുമാനിക്കുന്നു ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നിൽക്കുന്ന ഈ ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്യണോ കമ്മിറ്റ് ചെയ്യണമെന്ന്. അതിന് നമ്മൾ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. റെസ്പോൺസ് ഇവിടെ ചെയ്യുന്ന ഇവിടെ ഒന്നോ അതിൽ കൂടുതൽ റിപ്ലിക്ക മാനേജർ ഫ്രണ്ട് എൻഡുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ചില സിസ്റ്റത്തിൻ്റെ അകത്തൊക്കെ ഒരു റിപ്ലിക്ക മാനേജർ റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നുണ്ട്. ചിലതിലൊക്കെ ഈ ഫ്രണ്ട് എൻഡ് എന്ത് ചെയ്യുന്നു? റെസ്പോണ്ടിന് റിസീവ് ചെയ്യുന്നു കുറേ കളക്ഷൻ ഓഫ് റിപ്ലിക്ക മാനേജറിൽ നിന്നും. എന്നിട്ട്
ഒരു സിംഗിൾ റെസ്പോൺസ് സെലക്ട് ചെയ്യുകയോ സിന്തസൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ക്ലയൻറ്റിലേക്ക് പാസ് ബാക്ക് ചെയ്യുന്നു. അതാണ് റെസ്പോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു റിക്വസ്റ്റിനെ പെർഫോം ചെയ്യാനുള്ള 5 ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? അതായത് ഒരു റിപ്ലിക്കേറ്റഡുള്ള ഒബ്ജക്റ്റുകൾ റിക്വസ്റ്റിൻ്റെ പെർഫോമൻസിനായിട്ട് 5 ഫേസുകളുണ്ട്. ആദ്യത്തെ ഫേസാണ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രണ്ട് എൻഡ് റിക്വസ്റ്റ് ഒന്നതിൽ കൂടുതലോ റിപ്ലിക്ക മാനേജേഴ്സിലേക്ക് ഇഷ്യൂ ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് എന്ത് ചെയ്യുന്നു? ഒരു സിംഗിൾ റിപ്ലിക്ക മാനേജറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ റിപ്ലിക്ക മാനേജർ അടുത്ത റിപ്ലിക്ക മാനേജർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയായിരിക്കും റിക്വസ്റ്റ് പോകുന്നത്. ഇല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് റിക്വസ്റ്റിനെ ഒരു കൂട്ടം റിപ്ലിക്ക മാനേജേഴ്സിലേക്ക് മൾട്ടികാസ്റ്റ് ചെയ്ത റിക്വസ്റ്റ് അയക്കുന്നു. ഇങ്ങനെയാണ് റിക്വസ്റ്റ് പോകുന്നത്. അതാണ് ആദ്യത്തെ ഫേസ്. രണ്ടാമത്തെ ഫേസാണ് കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ റിപ്ലിക്ക മാനേജർ ഈ റിക്വസ്റ്റ് ഒക്കെ കൺസിസ്റ്റൻ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോർഡിനേഷനിലൂടെയാണ് റിപ്ലിക്ക മാനേജർ അതിന് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യുന്ന ഓർഡറിംഗ് ആണ് ഫിഫോ ഓർഡറിംഗ്, കാഷ്വൽ ഓർഡറിംഗ്, ടോട്ടൽ ഓർഡറിംഗ്. ഇനി എക്സിക്യൂഷൻ, മൂന്നാമത്തെ ഫേസാണ് എക്സിക്യൂഷൻ. ഇവിടെ എന്താ ചെയ്യുന്നത്? റിപ്ലിക്ക മാനേജേഴ്സ് ആ റിക്വസ്റ്റുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ടെൻറ്റേറ്റീവ്ലിയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ എക്സിക്യൂഷൻ ചെയ്ത് തെറ്റിപ്പോയുണ്ടല്ലോ, അത് റിക്കവർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ടെമ്പററി ആയിട്ടാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കതൊക്കെ അൺഡു ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അടുത്തതാണ് എഗ്രിമെൻറ്റ്. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? ട്രാൻസാക്ഷൻ സിസ്റ്റം ഈ റിപ്ലിക്ക മാനേജേഴ്സ് ഉണ്ടല്ലോ, അവർ ഒരുമിച്ച് തീരുമാനിക്കും നമുക്ക് ഈ പർട്ടിക്കുലർ സ്റ്റേജിൽ ട്രാൻസാക്ഷൻ ഒന്നെങ്കിൽ അബോർട്ട് ചെയ്യാം അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യാമെന്ന് അവർ കളക്റ്റീവ്ലി എഗ്രി ചെയ്യുന്നു. റെസ്പോൺസ് ഇവിടെ എന്താ പറയുന്നത്? ഒന്നോ അതിൽ കൂടുതലോ റിപ്ലിക്ക മാനേജേഴ്സ് അത് ഫ്രണ്ട് എൻഡുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ചില സിസ്റ്റത്തിലൊക്കെ എങ്ങനെയാണ്? റിപ്ലിക്ക മാനേജേഴ്സ് റെസ്പോൺസിന് സെൻഡ് ചെയ്യുന്നു. മറ്റൊരു സിസ്റ്റത്തിലോ ഫ്രണ്ട് എൻഡ് റെസ്പോൺസിൽ റിസീവ് ചെയ്യുന്നു കുറേ കളക്ഷൻ ഓഫ് റിപ്ലിക്ക മാനേജേഴ്സിൽ നിന്ന്. എന്നിട്ട് ഒരു സിംഗിൾ റെസ്പോൺസിന് സെലക്ട് ചെയ്യുകയോ സിന്തസൈസ് ചെയ്യുകയോ ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ ക്ലയൻറ്റിലേക്ക് തിരിച്ച് പറഞ്ഞ് അയക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു റിക്വസ്റ്റിനെ പെർഫോം ചെയ്യാനുള്ള 5 ഫേസസ്. എപ്പോഴുള്ള റിപ്ലിക്കേറ്റഡ് ഒബ്ജക്ട്സിൽ നിന്നുമുള്ള റിക്വസ്റ്റിനെ പെർഫോം ചെയ്യാനുള്ള 5 ഫേസസ്. അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രോസസ് ഗ്രൂപ്പ്സ് ഉപയോഗിക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ പ്രോസസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ റിപ്ലിക്കേറ്റഡുള്ള ഡേറ്റാസൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റിപ്ലിക്കേറ്റഡുള്ള സിസ്റ്റംസൊക്കെ റിപ്ലിക്കേറ്റഡുള്ള മാനേജേഴ്സിനെ അവയ്ക്ക് ആഡ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റണം. അതായത് ഇപ്പം ഒരു സർവീസ് അത് റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസിനെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ ഒരു ആ യൂസറിൻ്റെ ഒരു റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാനേജറിനെ ആഡ് ചെയ്യുകയോ വിഡ്രോ ചെയ്യുകയോ ചെയ്യണം. അപ്പോൾ ഈ റിപ്ലിക്ക മാനേജർ എന്ന് പറയുന്നത് ക്രാഷ് ആകാം. അങ്ങനെ ക്രാഷ് ആയി കഴിഞ്ഞാൽ അത് അവർക്ക് ആ സിസ്റ്റം ഓപ്പറേഷൻ ചെയ്യുന്നതിൽ നിന്നും അത് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് റിപ്ലിക്കേഷൻ മാനേജറിനെ ആഡ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണമെന്ന് പറയുന്നത്. ഇനി ഒരു ഗ്രൂപ്പ് മെമ്പർഷിപ്പ് സർവീസ് ഇത് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു മെമ്പേഴ്സിനെ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യാനുള്ള ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ പ്രോസസ് ഗ്രൂപ്പിനെ ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയും ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. അതുപോലെ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ സെവറൽ ഗ്രൂപ്പ്സിൽ ബിലോങ് ചെയ്യുന്നവയാവാം. ഇത് ഈ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് സർവീസുകൾ ഫെയിലുവർ ഡിറ്റക്ടറൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്പർഷിപ്പൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മെമ്പേഴ്സിനെ അത് നോട്ടിഫൈ ചെയ്യുന്നു. ഗ്രൂപ്പ് അഡ്രസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ ഗ്രൂപ്പ് ഐഡൻറ്റിഫയേഴ്സിനൊക്കെ മൾട്ടികാസ്റ്റിനെ പറ്റി അഡ്രസ്സ് ചെയ്യുന്നു. അതുപോലെ മെമ്പർഷിപ്പൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡെലിവറിയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു IP മൾട്ടികാസ്റ്റ് ഇതെന്ന് പറയുന്നത് മെമ്പേഴ്സിനെ അലൗ ചെയ്യുന്നു ജോയിൻ ചെയ്യാനും ലീവ് ചെയ്യാനും. എന്നിട്ട് അഡ്രസ് എക്സ്പാൻഷൻ ഇതൊക്കെ പെർഫോം ചെയ്യാനും. അപ്പോൾ നമുക്കൊരു മെമ്പർഷിപ്പ് സർവീസ് ആവശ്യമാണല്ലേ, ഡൈനാമിക് ആയിട്ട് മെമ്പർഷിപ്പ് ഓഫ് ഗ്രൂപ്പ്സ് അലൗ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായി നമുക്ക് ഗ്രൂപ്പ് വ്യൂസ് എന്താണെന്നൊക്കെ നോക്കാം. അപ്പം ഒരു ഫുൾ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് സർവീസ് ഇതെന്ന് പറയുന്നത് ഗ്രൂപ്പ് വ്യൂസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത്
കുറേ കറണ്ടായിട്ട് നിൽക്കുന്ന കുറേ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവയൊക്കെ ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രോസസ് ഐഡൻറ്റിഫയേഴ്സ് ഉപയോഗിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഓർഡറിലായിരിക്കും. ഇപ്പം ഇതെന്ന് പറയുന്നത് ഈ മെമ്പേഴ്സൊക്കെ ഈ ഗ്രൂപ്പിൽ എപ്പോഴാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ആ സീക്വൻസിൻ്റെ ഓർഡറിലായിരിക്കാം. അപ്പോൾ ഒരു പുതിയ ഗ്രൂപ്പ് വ്യൂ എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യവും ഒരു പ്രോസസ്സ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രോസസ്സ് റിമൂവ് ചെയ്യുക, എക്സ്ക്ലൂഡ് ചെയ്യുക, അപ്പോഴൊക്കെ ഒരു പുതിയൊരു ഗ്രൂപ്പ് വ്യൂ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പ് മെമ്പർഷിപ്പ് സർവീസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരു പ്രോസസ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ആ പ്രോസസ്സ് സസ്പെക്റ്റഡ് ആകുമ്പോഴാണ്. അത് ക്രാഷ് ആയില്ല, പക്ഷെ സസ്പെക്റ്റഡ് ആകുമ്പോഴും ഈ പ്രോസസ്സിനെ ഈ ഗ്രൂപ്പിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്നു ഈ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് സർവീസ്. അപ്പം ഇപ്പം ഈ ചില കമ്മ്യൂണിക്കേഷൻ ഫെയിലറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ പ്രോസസ്സുകളെ അൺറീച്ചബിൾ ആക്കാം. പക്ഷേ അതായത് ഇപ്പോൾ പ്രോസസ്സ് അത് നോർമലി എക്സിക്യൂട്ട് ചെയ്യുമായിരിക്കും, പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഫെയിലർ കൊണ്ട് അത് മറ്റു ആൾക്കാർക്ക് അത് അൺറീച്ചബിൾ ആവുകയാണ്. അപ്പോൾ ഈ മെമ്പർഷിപ്പ് സർവീസുകൾക്ക് ഇത്തരത്തിലുള്ള പ്രോസസ്സുകളെയും എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ എങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്തു എന്നതിനുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിലേക്ക് പിന്നീട് ഒരു മെസ്സേജും കടന്നു ചെല്ലുകയില്ല എന്നതാണ്. ഇപ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം ഒരു പ്രോസസ്സ് പിന്നെയും കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു മെസ്സേജിനെ സെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അത് ഗ്രൂപ്പ് മെമ്പേഴ്സിൽ അത് ഡെലിവർ ആകുകയില്ല. അപ്പം ഈ പ്രോസസ്സിന് പിന്നെയും ഗ്രൂപ്പിലേക്ക് റീജോയിൻ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് അബോർട്ട് ചെയ്യേണ്ടി വരുന്നു ആ പ്രോസസ്സുകൾക്കൊക്കെ. അടുത്ത് നമുക്ക് വ്യൂ ഡെലിവറിയെയും വ്യൂ സിങ്ക്രണസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനെയും പറ്റി നോക്കാം. ഇപ്പം ഒരു പ്രോഗ്രാമർ, ആ പ്രോഗ്രാമർ ഒരു ആപ്ലിക്കേഷൻ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ പ്രോഗ്രാമറുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അതായത് ഒരു ആപ്ലിക്കേഷൻ റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമർ, ആ പ്രോഗ്രാമറുടെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിലുള്ള ഓരോ പ്രോസസ്സിനെയും റൺ ചെയ്യുക എന്നാണ്. അതുപോലെ തന്നെ അവരെ പുതിയ മെമ്പേഴ്സ് ആഡ് ആകുമ്പോഴും ലോസ് ആകുമ്പോഴും അതിനെയൊക്കെ അതുമായിട്ട് അവർ കോപ്പ് ചെയ്യുക എന്നതാണ്. അപ്പം ഒരു കൺസിസ്റ്റൻറ്റ് വേയിൽ ഇപ്പോൾ ഓരോ മെമ്പേഴ്സും ഫേസ് ചെയ്യേണ്ട സിസ്റ്റം ത്രെഡ് എന്താണെന്നൊക്കെ ഈ പ്രോഗ്രാമർ അറിഞ്ഞിരിക്കണം മെമ്പർഷിപ്പൊക്കെ ചേഞ്ച് ചെയ്യുന്ന നേരത്ത്. ഇപ്പോൾ ഒരു പ്രോഗ്രാമറിൻ്റെ ലൈഫ് എപ്പോഴും ഭയങ്കര ഹാർഡർ അല്ലെങ്കിൽ ഈസിയർ ആകും. എങ്ങനെയാണ് ഒരു സിസ്റ്റം ഗ്രൂപ്പ് മെമ്പറിന് വ്യൂസ് ഡെലിവർ ചെയ്യുന്നതിൻ്റെ ബേസിസിൽ അതെന്തെങ്കിലും നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഫിഗർ നോക്കാം, വ്യൂ സിങ്ക്രണസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കാൻ നോക്കാം. ഇപ്പോൾ ഫിഗർ പറയുന്നതിന് മുമ്പ് വ്യൂ ഡെലിവറി എന്താണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പം മെസ്സേജിനെ ബേസ് ചെയ്തിട്ട് എല്ലാ പ്രോസസ്സുകൾക്കും സെയിം ഇൻഫർമേഷൻ സെയിം ഓർഡറിൽ തന്നെ റിസീവ് ആകണം. അപ്പോൾ ഇതാണ് വ്യൂ ഡെലിവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വ്യൂ സിങ്ക്രണസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ വിത്ത് റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയുന്നത്? അപ്പം ഇവിടെ നിന്ന് പറയുമ്പം ഒരു മെസ്സേജിൻ്റെ പർട്ടിക്കുലർ ഓർഡറിങ് ഇത് എല്ലാ പ്രോസസ്സും എഗ്രി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്പർഷിപ്പിലുള്ള ചേഞ്ചസും. ഒരു പ്രോസസ്സ് ജോയിൻ ചെയ്യാൻ നേരത്ത് അതിന് ഒരു സ്റ്റേറ്റ് ലഭിക്കുന്നു മറ്റൊരു മെമ്പറിൽ നിന്നും. ഇപ്പം ഒരു പ്രോസസ്സ് ക്രാഷ് ആകുകയാണെങ്കിൽ മറ്റ് മറ്റ് പ്രോസസ്സുകൾക്ക് അറിയാൻ വേണ്ടി പറ്റും ആ ക്രാഷ് ചെയ്ത പ്രോസസ്സ് ഏത് ഓപ്പറേഷനാണ് ഓൾറെഡി പെർഫോം ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ISIS സിസ്റ്റം ഉപയോഗിക്കാം ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വ്യൂ സിങ്ക്രണസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ട് 4 ഫിഗറാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ 3 പ്രോസസ്സുകളുണ്ട്, PQR. ഇവിടെ P ഒരു മെസ്സേജ് M എന്ന് പറയുന്ന മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന ഈ മെസ്സേജിനെയും പിയുടെ ആക്ടിവിറ്റിയൊക്കെ ഈ Pക്കും Qക്കും Rനും വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. പെട്ടെന്ന് ഈ P ക്രാഷ് ചെയ്തു.
എപ്പോഴാണ് ഈ എം എന്ന് പറയുന്ന മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പി ക്രാഷ് ചെയ്തു. പക്ഷെ ഇവിടെ ഈ ക്യൂവും ആറും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആകാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എം മറ്റുള്ളൊരു പ്രോസസ്സിലേക്ക് ഇപ്പം സെൻഡ് ചെയ്തു, പക്ഷെ റിസീവ് ആകുന്നതിന് മുമ്പ് പി ക്രാഷ് ചെയ്തു. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ പിയുടെ ആക്ടിവിറ്റിയൊക്കെ ഈ പിയും ക്യൂ ആറും കണ്ടിട്ടും ക്യൂ ആറും പിന്നെ ക്രാഷ് ആകാതെ എന്താണ് ഇൻകറക്റ്റ് ആകാതെ നിന്നത്. ഇനി രണ്ടാമത്തെ ഫിഗറില്ലേ, അതിലെന്താ പറയുന്നറിയാവോ? ക്യൂവും ആറും അത് ഒരു പുതിയ വ്യൂ ഡെലിവർ അതിന് കിട്ടിയ ഓരോ അതായത് ക്യൂവിനും ആറിനും ഒരു പുതിയ വ്യൂവ് കിട്ടി. പക്ഷേ എം എന്നത് ഡെലിവർ ആയില്ല. അതാണ് രണ്ടാമത്തെ ബി ഫിഗറിൽ പറയുന്നത്. സോറി, ഒന്നുകൂടെ പറയാം. അതായത് ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ 3 പ്രോസസ്സുകളുണ്ട്, പി, ക്യൂ, ആർ. ഇവിടെ പി എന്ത് ചെയ്യുന്നു? ഒരു മെസ്സേജ് എം എന്ന് പറഞ്ഞ മെസ്സേജിന് സെൻഡ് ചെയ്യുന്നു. ഇത് പിക്കും ക്യൂവിനും ആറിനും കാണാം. പി ക്രാഷായി. ഈ എം എന്ന് പറയുന്ന മെസ്സേജ് സെൻഡ് ചെയ്ത് അപ്പം തന്നെ പി ക്രാഷായി. ഇവിടെ ക്യൂവും ആറും കറക്റ്റ് ആകുന്ന ഒരു കേസ് പറയുന്നുണ്ട്. അപ്പം ഇവിടെ കറക്റ്റ് ആകാനുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ എം മറ്റ് പ്രോസസ്സുകളിൽ എത്തുന്നതിന് മുമ്പാണ് പി ക്രാഷ് ആയത്. അതുകൊണ്ടാണ് ഈ ക്യൂവും ആറും കറക്റ്റായിട്ട് നിൽക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഈ കേസിൽ ക്യൂവും ആറും പുതിയ ക്യൂവും ആറിനെയും അതായത് ഡെലിവർ ചെയ്തു. പക്ഷേ എം എന്ന് പറയുന്നത് എന്ന മെസ്സേജ് ഇതിന് കിട്ടിയില്ല. അതാണ് എ എന്ന ഫിഗർ കാണിക്കുന്നത്. ഇനി അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പി ക്രാഷ് ചെയ്യുമ്പോൾ അവിടെ ഉള്ള വേറെ 2 സർവൈവിങ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഏതെങ്കിലും ഒന്നിൽ ഈ എം റീച്ചായി. അപ്പോൾ ഈ ക്യൂവും ആറും ഈ എമ്മിനെ ഡെലിവർ ചെയ്തു. എന്നിട്ട് ക്യൂ ആറിനെയും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫിഗറിൽ പറയുന്നത്. ഇനി അടുത്ത ഫിഗറിൽ എന്താ പറയുന്നത്? ക്യൂ ആൻഡ് ആറ് ഈ ക്യൂ ആറിൻ്റെ വ്യൂ ആദ്യം ഡെലിവർ ചെയ്യാനായിട്ട് അലൗ ചെയ്തിട്ടില്ല. ആൻഡ് ദെൻ എം. ഇപ്പോൾ ലാസ്റ്റ് ഫിഗറിൽ എന്താ പറയുന്നത്? അതായത് ഒരു ഫെയിലായി എന്ന് ഇൻഫോം ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സിൽ നിന്നും ഒരു മെസ്സേജ് ഡെലിവർ ചെയ്തു. അപ്പോൾ ഇതിന് ഇപ്പോൾ പി അല്ലേ ഫെയിലായത്, ഇപ്പോൾ ക്യൂവിനും ആറിനും ഈ മെസ്സേജിനെ ഡെലിവർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ന്യൂ വ്യൂവിനെയും ഡെലിവർ ചെയ്യാൻ വേണ്ടി പാടില്ല, ഇൻ ഓപ്പോസിറ്റ് ഓർഡേഴ്സ്. അപ്പോൾ ഈ വ്യൂ സിങ്ക്രണസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു കറക്റ്റ് പ്രോസസ്സ് ഒരു എം എന്ന് പറഞ്ഞ മെസ്സേജിനെ ഡെലിവർ ചെയ്യുകയാണെങ്കിൽ ഈ വി ഓഫ് ജി എന്ന് പറഞ്ഞ വ്യൂവിൽ ഡെലിവർ ചെയ്യുകയാണെങ്കിൽ മറ്റ് കറക്റ്റായിട്ടുള്ള പ്രോസസ്സുകൾ ഈ എമ്മിനെ ഡെലിവർ ചെയ്യുന്ന മറ്റുള്ള പ്രോസസ്സുകളില്ലേ, ഇതും വി ഓഫ് ജിയിൽ ഇതേ കാര്യം തന്നെ ചെയ്യും. ഇനി ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ഒരു കറക്റ്റ് പ്രോസസ്സ് ആയ പി അത് എം എന്ന് പറയുന്ന മെസ്സേജ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജിനെ പിന്നെ ഒന്നുകൂടെ ഡെലിവർ ചെയ്യുകയില്ല. വാലിഡിറ്റി, ക്ലോസ് ലൂപ്സിൻ്റെ കേസിൽ വാലിഡിറ്റി പറയാനാണെങ്കിൽ കറക്റ്റായിട്ടുള്ള പ്രോസസ്സ് എപ്പോഴും മെസ്സേജിനെ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെലിവർ ചെയ്യും. അത് സെൻഡ് ചെയ്ത മെസ്സേജ് ഉറപ്പായിട്ടും ഡെലിവർ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ 3 പ്രോസസ്സുകൾ നമ്മൾ കൺസിഡർ ചെയ്തു, പി, ക്യൂ, ആർ എന്ന് പറയുന്ന. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്ന പ്രോസസ്സ് എം എന്ന് പറഞ്ഞ മെസ്സേജ് സെൻഡ് ചെയ്തു പി ക്യൂ ആറിൻ്റെ വ്യൂവിൽ. പക്ഷേ പി ക്രാഷായി എപ്പോഴാണ് മെസ്സേജ് സെൻഡ് ചെയ്ത് തൊട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇവിടെ ക്യൂവും ആറും കറക്റ്റായി. അപ്പോൾ ഇതിനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് പി എം എന്ന് പറയുന്ന ഈ മെസ്സേജ് മറ്റു പ്രോസസ് ആയിട്ടുള്ള ക്യൂവിലും ആറിലും എത്തുന്നതിന് മുമ്പാണ് പി ക്രാഷായി. അതുകൊണ്ടാണ് ക്യൂവും ആറും കറക്റ്റായെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ കേസിൽ ക്യൂവും ആറും അവർ ഒരു പുതിയ വ്യൂ ഡെലിവർ ചെയ്യുന്നു, ക്യൂ ആർ എന്ന് പറയുന്നത്. പക്ഷേ ഇവർ എം എന്നത് ഇവിടെ ഡെലിവർ ചെയ്യുകയില്ല. അതാണ് എ എന്ന് പറഞ്ഞ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എം ഈ 2 സർവൈവിങ് പ്രോസസ്സിലെ ക്യൂ ആർ
അതിലേതെങ്കിലും ഒന്നിൽ എത്തിയെന്ന് വിചാരിക്കുക. ഈ പി ക്രാഷ് ചെയ്ത സമയത്ത് അങ്ങനെയാണെങ്കിൽ ക്യൂവും ആറും ഈ ആദ്യത്തെ എമ്മിനെ ഡെലിവർ ചെയ്യുന്നു. എന്നിട്ട് ക്യൂവിൻ്റെ ആറിൻ്റെ വ്യൂ ഡെലിവർ ചെയ്യുന്നു. ഇതാണ് ഫിഗർ ബിയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ക്യൂവും ആറും അത് അലോ ചെയ്തിട്ടില്ല ഫസ്റ്റ് വ്യൂ ഓഫ് ക്യൂ ആറിന് ഡെലിവർ ചെയ്യാനായിട്ട്, പിന്നെ എമ്മിനെ ഡെലിവർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് സി എന്ന് പറഞ്ഞ ഫിഗറിൽ പറയുന്നത്. അപ്പോൾ ഇത് ഒരു പ്രോസസ്സിൽ നിന്നും മെസ്സേജിന് ഡെലിവർ ചെയ്യാൻ നേരത്ത് ഇതിന് ഈ പ്രോസസ്സ് ഫെയിലായെന്ന് ഇതിന് ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു മെസ്സേജിന് ഡെലിവർ ചെയ്യാനോ അതുപോലെ പുതിയ വ്യൂവിനെ ഡെലിവർ ചെയ്യാനോ പറ്റുകയില്ല, അതിന് ഓപ്പോസിറ്റ് ഓർഡർ. അതാണ് ഈ വ്യൂ സിൻക്രണസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, എക്സ്പ്ലെയിൻ ചെയ്യാനും ബുദ്ധിമുട്ട് തോന്നി. എന്നാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.